എല്ലാവർക്കും ഭാരതീയം കുടുംബത്തിലേക്ക് സ്വാഗതം. പലരും സംശയം ചോദിക്കുന്നത് കർമ്മം മോക്ഷത്തിന് കാരണമാകുമോ? കാരണം സൽക്കർമ്മങ്ങൾ ചെയ്താൽ അതൊക്കെ നമുക്ക് മോക്ഷത്തിന് കാരണമായി തീരുമോ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. കാരണം കർമ്മം ചെയ്യാതെ ഒരു വ്യക്തിക്കും ജീവിക്കാൻ സാധ്യമല്ല. പക്ഷേ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കർമ്മം ചെയ്യുകയാണ്. കർമ്മം ചെയ്യാതെ ഇവിടെ ആർക്കും ജീവിക്കാൻ സാധ്യമല്ല. പക്ഷെ കർമ്മം ഒരിക്കലും മോക്ഷത്തിന് കാരണമാവില്ല. ഇവിടെ നമുക്ക് നമ്മുടെ വേദങ്ങളൊക്കെ പറയുന്നത് എല്ലാ ജീവനും 3 കർമ്മങ്ങളാൽ ബന്ധിതരാണ്. നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്. 3 കർമ്മങ്ങൾ ഏതൊക്കെയാണ്? സഞ്ചിതം, പ്രാരബ്ധം, ആഗാമികം. എന്താ സഞ്ചിതം എന്ന് വച്ചാൽ, നമ്മൾ അനേകം ജന്മങ്ങൾ, ദേവി ഭാഗവതം പറയുന്നത് കൃമികളായും കീടങ്ങളായും വൃക്ഷലതാദി യോനികളിലും 84 ലക്ഷം ജന്മം കഴിഞ്ഞാണ് ഒരു ജീവൻ ശ്രേഷ്ഠമായ മനുഷ്യയോനിയിലെത്തുന്നതെന്ന്. അപ്പോൾ ഈ ജന്മങ്ങളിലൊക്കെ നമ്മൾ ആർജിച്ചിട്ടുള്ള ഈ കർമ്മങ്ങളുണ്ടല്ലോ, പുണ്യപാപ സമ്മിളിതമായ ഈ കർമ്മങ്ങൾ, ഇതിൻ്റെ പറയുന്ന പേരാണ് സഞ്ചിതം. ഇതിൽ ഈ ജന്മത്തിൽ നമുക്കനുഭവിച്ച് തീർക്കാൻ വേണ്ടി ഒരു റേഷൻ വെച്ചിട്ടുണ്ട്. ഈ റേഷന് പറയുന്ന പേരാണ് പ്രാരബ്ധം. നമ്മളൊക്കെ പറയാറുണ്ട്, ഞാൻ വലിയ പ്രാരബ്ധക്കാരനാണ്, ഞാൻ വലിയ പ്രാരബ്ധക്കാരിയാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ അർത്ഥം അറിഞ്ഞൊന്നുമല്ല നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ജന്മത്തിൽ മുമ്പ് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ സഞ്ചിതമായ ഈ അനേക ജന്മങ്ങളിൽ ആർജിച്ചു വച്ചിരിക്കുന്ന പുണ്യപാപ സംമിതമായ ഈ കർമ്മ ഫലത്തിൽ ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ച് തീർക്കേണ്ട ആ റേഷനാണ് ശരിക്കും പറഞ്ഞാൽ എന്ത്? ഈ പ്രാരബ്ധ കർമ്മം. ബാക്കി അപ്പോഴും ഈ ഫിക്സഡ് ഡിപ്പോസിറ്റായിട്ട് കിടക്കുകയാണ്. അത് ഇതിന് പറയുന്ന പേരാണ് ആഗാമികം. അതായത് വരാൻ പോകുന്നതാണ്, അനുഭവിക്കാൻ പോകുന്നതാണ്. അപ്പോൾ ഈ ജന്മത്തിൽ നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ യഥാവിധി അനുഷ്ഠിക്കുകയും പ്രാരബ്ധം അനുഭവിക്കുകയും, ഈ പ്രാരബ്ധത്തിൽ നിന്ന് മുക്തനാവാൻ ആർക്കും സാധ്യമല്ല. മനുഷ്യനായി ജനിച്ചു പോയാൽ, ജന്മമെടുത്താൽ പ്രാരബ്ധം അനുഭവിക്കാതെ പോകാൻ സാധ്യമല്ല. അത് ഈശ്വരൻ പോലും മനുഷ്യനായി അവതരിച്ച പ്രാരബ്ധം അനുഭവിച്ചേ തീരൂ. അതാണല്ലോ രാമായണത്തിൽ വിച്ഛിന്നാഭിഷേകത്തിൽ ലക്ഷ്മണോപദേശം എന്ന ഭാഗത്ത് ഭഗവാൻ രാമൻ തന്നെ പറയുന്നുണ്ട് ലക്ഷ്മണനോട്, സാരഞ്ജനായ നീ കേൾ സുഖദുഃഖതം, പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. അപ്പോൾ മനുഷ്യജന്മമെടുത്ത പ്രാരബ്ധം അനുഭവിക്കാതെ പോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് എല്ലാവരും ഈ പ്രാരബ്ധം അനുഭവിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ജന്മമെടുത്തിരിക്കുന്നത് തന്നെ. എപ്പോഴാണോ പ്രാരബ്ധം അനുഭവിച്ച് തീരുന്നത്, അപ്പോൾ ഈ ദേഹം, ഈ ജീവൻ ദേഹം ഉപേക്ഷിക്കും. എന്തിനാണ്? അടുത്ത പ്രാരബ്ധം അനുഭവിക്കുവാൻ വേണ്ടിയാണ്. അത് എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ഈ പ്രാരബ്ധം അനുഭവിക്കുന്ന കൂടെ തന്നെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇതൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ അടുത്തത് നന്മയ്ക്ക് വേണ്ടി, നല്ലതിനു വേണ്ടി ജീവിക്കുവാൻ, നല്ലത് ചിന്തിക്കാൻ, നല്ലത് പറയുവാൻ, നല്ലത് പ്രവർത്തിക്കുവാൻ, അങ്ങനെ അടുത്ത ജന്മത്തിൽ പ്രാരബ്ധത്തിൻ്റെ അളവ് കുറച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കേണ്ടതാണ്. എല്ലാവർക്കും നമസ്തേ.